പുറത്തുനിന്ന് ഇന്നലെ 6 കണ്ടസ്റ്റൻറ്റുകളാണ് വൈൽഡ് കാർഡ് എൻട്രിയായി ബിഗ് ബോസ് സീസൺ 6ലേക്ക് എത്തിയത്. ഇതിൻ്റെ സന്തോഷവും ഒരേ സമയം നിരാശയും പ്രേക്ഷകർക്കുണ്ട്. സന്തോഷം ആദ്യമുണ്ടായിരുന്നത് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഒക്കെ ഫേക്ക് പ്ലേ നിർത്തും എന്നുള്ളതാണ്. കാരണം പുറത്ത് നന്നായി എല്ലാവർക്കും അറിയാം ഇവർക്ക് ഹെയ്റ്റാണ് ഉള്ളതെന്ന്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഇവർ അതനുസരിച്ച് പെരുമാറുമെന്ന് കരുതിയവർക്കൊക്കെ തെറ്റി. കഴിഞ്ഞ ദിവസം പുറത്തെങ്ങനെയാണെന്നും പുറത്ത് ജാസ്മിനെ വിവാഹം കഴിക്കാൻ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ എന്താണ് പറഞ്ഞതെന്നുൾപ്പെടെ സായി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് അകത്ത് കയറി ജാസ്മിനോട് പറയുന്നതാണ് നമ്മൾ കണ്ടത്. കാറിലിരുന്ന് റിവ്യൂ പറയുന്നതാണ് നല്ലത്. ബിഗ് ബോസിൽ പോയാൽ കളിക്കാൻ അറിയില്ല. പുറത്തെ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് അവരുടെ സൈഡിൽ നിന്ന് പതിയെ കപ്പിലേക്ക് എത്താനുള്ള ശ്രമമാണോ സായി കളിക്കുന്നതെന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട്. നിരവധി പേർ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് തീരെ ശരിയായില്ല എന്ന്, മോശം പ്രവൃത്തിയാണെന്നും പറയുന്നു. പിന്നെ ഞങ്ങളിവിടെ പ്രേക്ഷകരായി ഇരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയാണോ? ഞങ്ങൾ പൊട്ടന്മാരാണെന്നാണോ സായി കരുതിയിരിക്കുന്നത്? ഞങ്ങളിതെല്ലാം കേൾക്കുന്നുണ്ട്. വളരെ വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. സായി ഈ കാണിച്ചത് വല്ലാത്ത മണ്ടത്തരമായിപ്പോയി. ഇത് ഉറപ്പായും പണിഷ്മെൻറ്റ് കിട്ടുകയാണ്. നിരവധി കാര്യങ്ങളാണ് സായി എന്തായാലും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജാസ്മിന് പുറത്തത്തെ അവസ്ഥയൊക്കെ മനസ്സിലായി. ഇതനുസരിച്ച് പെരുമാറാമല്ലോ. അതായിരുന്നു ജാസ്മിൻ്റെയും ഒരു ചിന്ത. അതുതന്നെ ജാസ്മിൻ അവതരെ എത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ ഇനി ഇതറിഞ്ഞ് കളിക്കും. അതാണ് ജാസ്മിൻ ചെയ്യാൻ പോകുന്നത്. മണ്ടത്തരമായിരുന്നു ഇപ്പോൾ സായി കാണിച്ചതെന്ന് പറയുന്നു. നിരവധി പേർക്കാണ് ഇപ്പോൾ ഇതിനെതിരെ പറയാനുള്ളത്. മണ്ടത്തരമായി പോയി, ഇങ്ങനെ കാണിക്കരുതായിരുന്നു എന്നും അവരെ പുറത്താക്കേണ്ടതാണ് എല്ലാവരുടെയും ആവശ്യമെന്നും പറയുന്നു. നിങ്ങളതിലൊരു കണ്ടസ്റ്റൻ്റാണ്. അതിലെ നിയമങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കുകയും വേണം. എന്നാൽ നിങ്ങളത് പാലിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് അവിടെ നിന്ന് എളുപ്പവഴിയിൽ രക്ഷപ്പെടാനുള്ളതും കൂടി നിങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ചെയ്യരുതായിരുന്നു. അവരെ മര്യാദയ്ക്ക് പുറത്താക്കണമായിരുന്നു. അങ്ങനെയായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. പകരം ഈ ചെയ്തത് ഒട്ടും നല്ല പ്രവൃത്തിയല്ല എന്ന് എല്ലാവരും പറയുന്നു. രഹസ്യങ്ങൾ പരസ്യമാക്കരുത് എന്ന ബിഗ് ബോസിൽ നിയമമുണ്ട്. അതാണ് സായി തെറ്റിച്ചത്. ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ വന്നു കയറി ഉടനെ തന്നെ ഇത്തരത്തിൽ ചെയ്യാൻ നിങ്ങൾക്ക് ആരാണ് അർഹത തന്നത്? ഇത്തരത്തിൽ നിരവധി പേരാണ് സായിയോട് ചോദിക്കുന്നത്. സായി ഈ കാണിച്ചത് വല്ലാത്ത തെറ്റാണെന്നും അത് അയാൾ സമ്മതിച്ചില്ലെങ്കിലും വല്ലാത്ത തെറ്റാണെന്നും സായിയെ പുറത്താക്കുക തന്നെയാണ് വേണ്ടതെന്നുമാണ് നിരവധി ബിഗ് ബോസ് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടെത്തുന്നത്. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സായി ജാസ്മിനോട് സംസാരിക്കുന്നത് എല്ലാവരും കണ്ടു, എല്ലാവരും ശ്രദ്ധിച്ചു. ബാക്കിയുള്ളവരൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് മാറി മാറി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സായി ജാസ്മിൻ്റെ അടുത്തും ഗബ്രിയുടെ അടുത്തും മാത്രം നിൽക്കുന്നത് കണ്ട് ചിലർക്കൊക്കെ സംശയമുണ്ട്. ജാസ്മിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സായി പറഞ്ഞിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഗബ്രിക്കും ജാസ്മിനും എതിരെ കളിക്കുമെന്ന് കരുതിയപ്പോൾ ഇവിടെ സായി വന്ന് അവരുടെ കൂടെ നിന്ന് കളിക്കുകയായിരുന്നു. അവർക്ക് പുറത്ത് എവിടെയൊക്കെ ഹേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ഹേറ്റ് വെച്ച് ജീവിക്കാനാണ് ഇപ്പോൾ സായി ശ്രമിക്കുന്നതെന്ന് പറയുന്നു. ഇങ്ങനെ വന്ന വഴിയിൽ തന്നെ തിരിച്ചു പോകേണ്ടി വരുമെന്നും സായി അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് കാണിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്തായാലും അത്ര ശരിയായില്ല എന്നും ബാക്കിയുള്ളവരെ, അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വോട്ട് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ പറ്റിക്കുന്നതിന് തുല്യമാണ് ഈ കാണുന്നത് എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ സായിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ നിരവധി ഹേറ്റും പുറത്തു വരുന്നുണ്ട്. ഗബ്രിയെയും ജാസ്മിനെയും മാത്രം പുറത്താക്കിയാൽ മതിയായിരുന്നു. ഇനി ഈ സായിയെയും കൂടി പുറത്താക്കേണ്ടി വരുമല്ലോ എന്നാണ് നിരവധി പേർ ഇതിന് താഴെ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.